നമസ്കാരം. 8th സ്റ്റാൻഡേർഡ് മാത്സിലെ സെക്കൻഡ് ചാപ്റ്ററായ ഈക്വൽ ട്രയാങ്കിൾസ് അഥവാ തുല്യ ത്രികോണങ്ങൾ അതിലെ 2 ആംഗിൾസ് എന്നുള്ള പാർട്ടാണ് ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്താണ്? 2 ട്രയാങ്കിൾസിൻ്റെ 3 സൈഡ്സും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങളും തുല്യമാണെങ്കിൽ അതിൻ്റെ 3 കോണുകളും തുല്യമായിരിക്കും. ഇവിടെ ഇപ്പം നമ്മൾ 2 ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട്. രണ്ടിൻ്റെയും സൈഡ്സ് എത്രയൊക്കെയാണ്? 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ. ഇതും അത് തന്നെ. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കോണുകൾ എങ്ങനെയാണ് വരുന്നത്? ഇപ്പം 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന കോൺ ഇതാണ്, ഈ കോൺ. അതുപോലെ ഈ ട്രയാങ്കിളിൽ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന കോൺ ഇതാണ്. ഈ 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതുപോലെ അടുത്തത് 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്നത് ആ ആംഗിൾ ഈ ട്രയാങ്കിളിൽ ഇതാണ്. ഇവിടെയാണെങ്കിലോ 4 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഇതാണ്. അപ്പം ഈ 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇനി അടുത്തത് എന്താണ്? 5 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഈ ട്രയാങ്കിളിൽ ഇതാണ്. അതുപോലെ ഈ ട്രയാങ്കിളിൽ 5 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾ ഏതാണ്? ഇതാണ്. അപ്പം ഈ 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. ഈ 2 ട്രയാങ്കിൾസ് ഒന്ന് നോക്കിയേ. ഇവിടെ 6 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടുന്ന് 30 ഡിഗ്രിയും ഇവിടുന്ന് 70 ഡിഗ്രിയും എടുത്ത് വരച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഈ ആംഗിൾ എന്ത് വരും? ഇത് 30 ഡിഗ്രി, ഇത് 70 ഡിഗ്രി. അപ്പോൾ എത്ര വരും? രണ്ടും കൂടെ 100. അപ്പം 150ൽ നിന്ന് 100 പോയാൽ ബാക്കി 80. അപ്പോൾ ഈ ആംഗിൾ എന്തായിരിക്കും? 80 ഡിഗ്രി. ഇനി ഈ ട്രയാങ്കിൾ നോക്കിയേ. 4 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഈ എൻഡിൽ നിന്ന് 30 ഡിഗ്രിയും ഈ എൻഡിൽ നിന്ന് 70 ഡിഗ്രിയും. അത് ഇതേപോലെ തന്നെ കോണളവുകൾ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? ഇവിടെ എന്തായാലും 80 ഡിഗ്രി ആയിരിക്കും. ഇനി ഇതിൻ്റെ വശങ്ങളൊന്ന് നോക്കിയേ. ഈ 2 ട്രയാങ്കിളിന് 3 ആംഗിൾസും തുല്യമാണ് അല്ലേ? 3 ആംഗിൾസും ഈക്വൽ ആണ്. പക്ഷേ സൈഡ്സ് വ്യത്യാസമല്ലേ? ഇവിടെ 6 സെൻറ്റിമീറ്റർ ആണ്, ഇവിടെയും നോക്കുക. അതുപോലെ ഈ ട്രയാങ്കിൾ സൈഡ്സ് നോക്കി. ഇത് 4 സെൻറ്റിമീറ്റർ, ഇത് രണ്ടും ഇതുപോലെ വരുന്നില്ലല്ലോ, വ്യത്യാസമല്ലേ? അപ്പോൾ ഈ സൈഡ്സ് തമ്മിൽ വ്യത്യാസമില്ലേ? അതായത് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? 2 ട്രയാങ്കിൾസിൻ്റെ 3 ആംഗിൾസും ഈക്വൽ ആണെങ്കിലും അതിൻ്റെ സൈഡ്സ് ഈക്വൽ ആവണം എന്നില്ല. അതായത് 2 ത്രികോണങ്ങളുടെ 3 കോണളവുകളും തുല്യമായിരുന്നാലും അതിൻ്റെ വശങ്ങൾ തുല്യമാകണമെന്നില്ല. അതാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് നമ്മളിപ്പോൾ മനസ്സിലാക്കിയ പോയിന്റ്സ് എന്തൊക്കെയാണ്? 2 ട്രയാങ്കിൾസിൻ്റെ വശങ്ങൾ തുല്യമായാൽ, സൈഡ്സ് തുല്യമായാൽ ആംഗിൾസ് തുല്യമായിരിക്കും. 2 ട്രയാങ്കിൾസിൻ്റെ കോണളവുകൾ തുല്യമായാൽ വശങ്ങൾ തുല്യമാകണമെന്നില്ല. മനസ്സിലായില്ലേ? അതായത് 2 ത്രികോണങ്ങളുടെ കോണളവുകൾ തുല്യമായാൽ വശങ്ങൾ തുല്യമാകണമെന്നില്ല. എന്നാൽ 2 ത്രികോണങ്ങളുടെ വശങ്ങൾ തുല്യമായാൽ അതിൻ്റെ കോണളവുകൾ തുല്യമായിരിക്കും. അപ്പോൾ ഈ പോയിന്റ്സ് ഓർത്ത് വെക്കാം. ഈ ട്രയാങ്കിൾ ശ്രദ്ധിച്ച്. ഇവിടെ 6 സെൻറ്റിമീറ്റർ എടുത്ത് പിന്നെ ഇവിടുന്ന് 30 ഡിഗ്രിയും ഇവിടുന്ന് 70 ഡിഗ്രിയും. ഇത് തന്നെ നമുക്ക് വേറെ രീതിയിൽ വരയ്ക്കാം. അതായത് ഈ 6 സെൻറ്റിമീറ്റർ ആദ്യം എടുത്തിട്ട് ഇവിടുന്ന് താഴോട്ട് വരയ്ക്കുകയാണ്. അതായത് ഇവിടുന്ന് 30 ഡിഗ്രിയും ഇവിടുന്ന് 70. അപ്പോൾ ഇവിടെ നോക്കി, ഈ ട്രയാങ്കിളിന് തിരിച്ചിട്ട ഷേപ്പേ വന്നിട്ടുള്ളൂ. നമ്മൾ ഇവിടെ 6 സെൻറ്റിമീറ്ററും ഇവിടെ 30യും 70യും അത് താഴോട്ട് വരച്ചു. അതായത് ആ 6 സെൻറ്റിമീറ്റർ എടുത്ത് പിന്നെ 30 ഡിഗ്രിയും 70 ഡിഗ്രിയും നമ്മൾ പ്രൊട്രാക്ടറിൽ എടുത്ത് വരച്ചു. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഷേപ്പിനൊരു വ്യത്യാസവും വന്നിട്ടില്ല. ഈ ആംഗിൾസ് ഈക്വൽ ആയ പോലെ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഈ സൈഡ്സും ഇവിടെ ഈക്വൽ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡും 2 ആംഗിളും വേറൊരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിനും 2 ആംഗിളിനും ഈക്വൽ ആയിട്ട് വന്നിരിക്കുന്നു. അങ്ങനെയെങ്കിൽ അതിൻ്റെ 3ാമത്തെ ആംഗിളും ഈക്വലാണ്. അതുപോലെ തന്നെ സൈഡ്സും ഈക്വലാണ്. ഒരു ത്രികോണത്തിൻ്റെ ഒരു വശവും അതിനോട് ചേർന്ന് വരുന്ന 2 കോണുകളും മറ്റൊരു ത്രികോണത്തിൻ്റെ ഒരു വശത്തോടും അതിനോട് ചേർന്ന് വരുന്ന കോണളവുകളോടും തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങളുടെ 3ാമത്തെ കോണും തുല്യമായിരിക്കും. മാത്രമല്ല 3 വശങ്ങളുടെ നീളങ്ങളും തുല്യമായിരിക്കും. മനസ്സിലായില്ലേ? അതായത് ആംഗിൾ, സൈഡ്, ആംഗിൾ. ഒരു സൈഡും 2 ആംഗിളുമാണ് ഇവിടെ വരുന്നത്.
ഇനി ഇത് തന്നെ നമുക്ക് വേറെ രീതിയിലും കൂടെ വരച്ച് നോക്കാം. ഇനി ഞാൻ ഈ 6 സെന്റിമീറ്റർ ഇങ്ങനെ വരച്ചിരിക്കുന്നു, ഇതുപോലെ വെർട്ടിക്കലായിട്ട് വരച്ചിരിക്കുന്നു. ഇതുപോലെ നമുക്ക് 30യും 70യും എടുത്ത് വരയ്ക്കാം. ഇപ്പൊ ഇതിന്റെ ഷേപ്പ് നോക്കിയേ, ഈ ട്രയാങ്കിള് തിരിച്ചിട്ട ഒരു ഷേപ്പല്ലേ ഇത്. അതേ സെയിം ട്രയാങ്കിൾ തന്നെ തിരിച്ചിട്ടതാണ്. അതായത് നമ്മൾ ഈ ട്രയാങ്കിൾ തന്നെ വേറൊരു രീതിയിൽ വരച്ചതാണ് ഇത്. അത് തന്നെ വേറൊരു രീതിയിൽ വരച്ചതാണ് ഈ ട്രയാങ്കിൾ. ഈ 3 ട്രയാങ്കിളും നമുക്ക് ഒരേപോലെ അടുക്കി വെച്ചാൽ തുല്യമായിട്ടിരിക്കും. അപ്പൊ ഇതെല്ലാം തുല്യ ത്രികോണങ്ങളാണ്. അപ്പൊ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? 2 ട്രയാങ്കിൾസിന്റെ ഒരു സൈഡും അതിനോട് ചേർന്ന് വരുന്ന ആംഗിളും ഈക്വൽ ആണെങ്കിൽ ആ 2 ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. അല്ലെങ്കിൽ 2 ത്രികോണങ്ങളുടെ ഒരു കോണും ഒരു വശവും അതിനോട് ചേർന്ന് വരുന്ന 2 കോണുകളും മറ്റൊരു ത്രികോണത്തിന്റെ ഒരു വശത്തോടും അതിനോട് ചേർന്ന് വരുന്ന കോണളവുകളോടും തുല്യമാണെങ്കിൽ ആ ത്രികോണങ്ങൾ തുല്യ ത്രികോണങ്ങളായിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും. ഇവിടെ ആംഗിൾ, സൈഡ്, ആംഗിൾ. അത് നമുക്ക് ഇങ്ങനെ എഴുതാം, ആംഗിൾ ASA, ആംഗിൾ, സൈഡ്, ആംഗിൾ. അതായത് സൈഡിനോട് ചേർന്ന് വരുന്ന ആംഗിൾസ്. ഇവിടെ വരച്ചിരിക്കുന്നത് ഒരു പാരലോഗ്രാം ആണ്. പാരലോഗ്രാം അഥവാ സാമാന്തരികം. അപ്പം നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത് പാരലോഗ്രാമിന്റെ അഥവാ സാമാന്തരികത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതായത് ഈ സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണെന്നും അതുപോലെ എതിർകോണുകൾ തുല്യമാണെന്നും തെളിയിക്കണം. നമ്മളിപ്പോൾ പഠിച്ച പോയിന്റ്സ് ഇല്ലേ, ട്രയാങ്കിൾസിന്റെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചില്ലേ, ആ പോയിന്റ്സ് വെച്ചിട്ട് നമുക്ക് ഈ കാര്യങ്ങൾ തെളിയിക്കണം. അപ്പം നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് ഈ പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഈ ABയും CD-യും തുല്യമാണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ ഓപ്പോസിറ്റ് സൈഡ്സ് ഏതാണ്? BC-യും AD-യും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി അതുപോലെ ഓപ്പോസിറ്റ് ആംഗിൾസ്, അതായത് ആംഗിൾ Aയും ആംഗിൾ Cയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അതുപോലെ ആംഗിൾ Bയും ആംഗിൾ Dയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ പ്രൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ 2 ട്രയാങ്കിൾസ് ആക്കാം. 2 ട്രയാങ്കിൾസ് ആക്കിയിട്ട് നമ്മളിപ്പോൾ പഠിച്ച ഒരു തിയറി ഉണ്ടല്ലോ, എന്താണ് ASA, ആംഗിൾ, സൈഡ്, ആംഗിൾ. ഈ കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം. അപ്പം നമ്മൾ ഈ പാരലോഗ്രാമിന് ഒരു ഡയഗണൽ വരച്ചാൽ അത് 2 ട്രയാങ്കിൾസ് ആവുമല്ലോ. നമുക്കൊരു ഡയഗണൽ വരയ്ക്കാം. അപ്പം ഇവിടെ ഞാനൊരു ഡയഗണൽ വരച്ചു. അപ്പോൾ 2 ട്രയാങ്കിൾസ് ആയില്ലേ? ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ADC. അങ്ങനെ 2 ട്രയാങ്കിൾസ് ആയി. അപ്പം അതിന് മുന്നായിട്ട് 1-2 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്, 2 പാരലൽ ലൈൻസിനെ ഒരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഈ 2 ലൈനും പാരലലാണ്, അല്ലെങ്കിൽ സമാന്തര രേഖകളാണ്. അതിനെ വേറൊരു രേഖ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അതായത് ഓൾട്ടർനേറ്റ് ആംഗിൾസ് എന്ന് പറയും, അല്ലെങ്കിൽ മറുകോണുകൾ. 2 സമാന്തര രേഖകളെ ഒരു രേഖ കട്ട് ചെയ്യുമ്പോഴുള്ള കോണുകൾ, ഓൾട്ടർനേറ്റ് ആംഗിൾസ് അഥവാ മറുകോണുകൾ തുല്യമായിരിക്കും. ഇതും തുല്യമായിരിക്കും. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇനി അതുപോലെ തന്നെ ഒന്ന് തിരിച്ചു വരക്കട്ടെ കേട്ടോ. 2 സമാന്തര രേഖകൾ വരച്ചു, ഒരു നേർരേഖ വരച്ചു. ഇവിടെ ഉണ്ടാവുന്ന ഈ കോണും തുല്യമായിരിക്കും. നമ്മളിപ്പോൾ പറഞ്ഞ ഇതേ തിയറി തന്നെ അല്ലേ? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഇവിടെ. അപ്പം ഇതൊന്ന് ഓർമ്മപ്പെടുത്തിയതാണ്. നമുക്ക് ഇത് പ്രൂവ് ചെയ്യാനായിട്ട് ഇത് നിങ്ങൾ ഓർത്തിരിക്കണം, അതിന് വേണ്ടി പറഞ്ഞതാണ്. ഈ 2 ട്രയാങ്കിളും കൺസിഡർ ചെയ്യുക. ഈ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ ADC. അപ്പോൾ ഇവിടെ നമ്മൾ ട്രയാങ്കിൾ ABC ആൻഡ് ട്രയാങ്കിൾ
ADC കൺസിഡർ ചെയ്യാം. കൺസിഡർ ട്രയാങ്കിൾ ABC ആൻഡ് ADC. ഈ രണ്ട് ട്രയാങ്കിളും അല്ലെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളും പരിഗണിക്കുമ്പോൾ ഇത് രണ്ടും എന്താണ്? പാരലൽ ലൈൻസ് ആണ്, അല്ലെങ്കിൽ സമാന്തര രേഖകളാണ്. അതിനെ കട്ട് ചെയ്യുന്ന ലൈനാണ് AC. അപ്പോൾ ഉണ്ടാവുന്ന ഈ ആംഗിളും തുല്യമായിരിക്കും. റീസൺ എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ്. അതായത് ഈ ആംഗിളിന്റെ പേരെന്താണ്? ആംഗിൾ BAC. ഈ ആംഗിളിന്റെ പേരെന്താണ്? ആംഗിൾ DCA. അപ്പൊ ഈ രണ്ട് ആംഗിളും തുല്യമായിരിക്കും. അതുപോലെ ഇനി ഈ രണ്ട് അതുപോലെ തന്നെയുള്ള രണ്ട് ആംഗിൾസ് ആണ് ഈ ആംഗിളും. അതായത് ഈ ആംഗിളിന്റെ പേരെന്താണ്? ആംഗിൾ DAC. അതുപോലെ ഈ ആംഗിളിന്റെ പേരെന്താണ്? ആംഗിൾ BCA. ഈ രണ്ട് ആംഗിൾസും ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ അതുകൊണ്ട് അതും ആ രണ്ട് ആംഗിൾസും തുല്യമായിരിക്കും. അതായത് ഒരു സെറ്റ് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഇതാണ്. ഇത് രണ്ടും തുല്യമാണ്. അതുപോലെ മറ്റ് രണ്ട് ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ് ഇതും തുല്യമാണ്. അപ്പം നമ്മൾ ഈ രണ്ട് ട്രയാങ്കിൾസും അല്ലെങ്കിൽ രണ്ട് ത്രികോണങ്ങളും പരിഗണിക്കുമ്പോൾ ആംഗിൾ BAC ഈക്വൽ ടു ഈ BAC എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ DCA. എന്താണ് റീസൺ? എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് അഥവാ മറുകോണുകൾ. ഇനി അടുത്ത ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഏതാണ്? ഇതും. ഈ ആംഗിൾ എന്താണ്? DAC. ഈ ആംഗിൾ BCA. അപ്പൊ ആംഗിൾ ഈ ത്രികോണത്തിലെ ഈ ആംഗിൾ ആദ്യം എഴുതുക. ആംഗിൾ BCA ഈക്വൽ ടു ഏത് ആംഗിളിനാണ് ഈക്വൽ? BCA ഇതിനാണ് ഈക്വൽ. അപ്പൊ ഈ ആംഗിൾ എന്താണ്? DAC. ആംഗിൾ DAC. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളും പരിഗണിക്കുമ്പോൾ ഈ രണ്ട് ട്രയാങ്കിളിന്റെയും രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് വന്ന്. രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ഇനി നമുക്ക് എന്താണ്? ഈ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ രണ്ട് ആംഗിൾസ് ഈക്വലായി ഇനി അതിൽ നടുക്ക് വരുന്ന സൈഡാണ്. ഈ സൈഡ് എന്ന് പറയുന്നത് ഈ രണ്ട് ട്രയാങ്കിൾസിനും കോമൺ ആയിട്ടുള്ള സൈഡാണ്. അഥവാ ഈ രണ്ട് ത്രികോണങ്ങൾക്കും പൊതുവായിട്ടുള്ള വശമാണ് AC. Therefore ഇവിടെ AC ഈക്വൽസ് AC ഓർ CA എങ്ങനെ വേണമെങ്കിലും പറയാം. AC ഈക്വൽസ് AC എന്നാ CA എന്നാ. എന്താണ്? പൊതുവശം അല്ലെങ്കിൽ കോമൺ സൈഡ്. അപ്പൊ ഇവിടെ ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും ഒരു വശവും അതിനോട് ചേർന്ന് വരുന്ന രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ? അങ്ങനെ വന്നാൽ നമ്മൾ പഠിച്ചത് എന്താണ്? ആ രണ്ട് ട്രയാങ്കിൾസും ഈക്വൽ ട്രയാങ്കിൾസ് ആയിരിക്കും, അല്ലെങ്കിൽ ആ രണ്ട് ത്രികോണങ്ങളും തുല്യ ത്രികോണങ്ങളായിരിക്കും. അതായത് ഈ ട്രയാങ്കിൾ ABCയും ഈ ട്രയാങ്കിൾ ADCയും തുല്യ ത്രികോണങ്ങളാണ്. തുല്യ ത്രികോണങ്ങളായാൽ അതിൻ്റെ വശങ്ങളും തുല്യമായിരിക്കും. അപ്പോൾ ഈ നമ്മൾ പഠിച്ചല്ല, അതായത് കോണുകൾ തുല്യമായാൽ അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന വശങ്ങളും തുല്യമായിരിക്കും. Therefore, triangle ABC and triangle ADC are equal triangles. നമ്മൾ നേരത്തെ പഠിച്ചില്ല, രണ്ട് ഈക്വൽ ട്രയാങ്കിൾസിന് ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്ന സൈഡ്സും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ രണ്ട് ട്രയാങ്കിൾ നോക്കി അതിൻ്റെ ഒരാംഗിൾ ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പോൾ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്നത് AD ആണ്.
അതുപോലെ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് വരുന്നത് ബി സി ആണ്. എ ഡി ഈക്വൽ ബി സി എന്ന് പ്രൂവ് ചെയ്യാം അല്ലേ, നമ്മളിപ്പോൾ പഠിച്ചത് വെച്ച്. അങ്ങനെയാണെങ്കിൽ ഈ എ ഡിയും ബി സിയും ഈ പാരലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ്. അപ്പം നമുക്ക് അതിൻ്റെ പ്രൂഫായി. ഇവിടെ എന്താണ് പറഞ്ഞത്? ഈ രണ്ട് ട്രയാങ്കിളും അല്ലെങ്കിൽ ഈ രണ്ട് ത്രികോണങ്ങളും പരിഗണിക്കുമ്പോൾ ഈ ആംഗിളും തുല്യമാണ്. ഈ രണ്ട് കോണുകളും തുല്യമാണ്. രണ്ടും തുല്യ ത്രികോണങ്ങളാണെന്ന് നമ്മൾ തെളിയിച്ചു. അപ്പം ഈ തുല്യ കോണുകൾക്ക് ഓപ്പോസിറ്റ് വരുന്ന വശങ്ങളും തുല്യമായിരിക്കും. അപ്പം ഈ കോണിന്, ഈ ട്രയാങ്കിൾ പരിഗണിക്കുമ്പോൾ ഈ കോണിന് എതിർവശമാണ് എ ഡി. അതുപോലെ ഈ ത്രികോണം പരിഗണിക്കുമ്പോൾ ഇതിന് എതിരായിട്ട് വരുന്ന വശമാണ് ബി സി. Therefore, AD equals BC. അതായത് ഈ സാമാന്തരികത്തിന്റെ ഒരു ജോഡി എതിർവശങ്ങൾ തുല്യമാണെന്ന് നമ്മൾ തെളിയിച്ചു. അപ്പൊ അതെങ്ങനെ എഴുതാം? Therefore, ഇവിടെ എന്തെഴുതാം? ഇവിടെ AD equal BC. AD equal to BC. റീസൺ എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ. ഇനി അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ രണ്ട് ആംഗിളുകളിൽ എടുത്തത്, ഇനി അതുപോലെ ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഈ ആംഗിളും ഈക്വൽ ആണ്. അപ്പം ഈ ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? സി ഡി. അതുപോലെ ഈ ട്രയാങ്കിളിൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എ ബി. Therefore, AB equals DC. എന്താണ്? സെയിം റീസൺ, ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ഓർ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. ഒന്നുകൂടെ പറയാം. ഈ രണ്ട് ത്രികോണങ്ങളും പരിഗണിക്കുമ്പോൾ ഈ രണ്ട് കോണുകളും തുല്യമാണ് അല്ലേ, ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഓർ മറുകോണുകൾ. അപ്പം ഈ കോണിന്, അതായത് ഈ കോണിന് എതിരായിട്ട് വരുന്ന വശം ഏതാണ്? ബി സി. അതുപോലെ ഈ ത്രികോണത്തിൽ ഈ കോണിന് എതിരായിട്ട് വരുന്ന വശം, എതിർവശം ഏതാണ്? എ ഡി. ത്രികോണം എ ബി സി പരിഗണിക്കുമ്പോൾ ഈ കോണിന് എതിർവശം ഏതാണ്? എ ബി. അതുപോലെ ഈ ത്രികോണം എ ഡി സി പരിഗണിക്കുമ്പോൾ ഈ കോൺ, അതായത് കോൺ ഡി എ സി, അതിന് എതിരായിട്ട് വരുന്ന വശം ഏതാണ്? ഡി സി അല്ലേ. അപ്പം എന്താണ് ഇവിടെ റീസൺ? എന്താണ്? തുല്യ കോണുകൾക്ക് എതിരായി വരുന്ന വശങ്ങൾ തുല്യമായിരിക്കും. അപ്പം ഇവിടെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്യാം? എ ബി ഈക്വൽസ് ഡി സി. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ തിയറി തന്നെ. എ ബി ഈക്വൽസ് ഡി സി. ഇതിൻ്റെയും റീസൺ, ഇതിൻ്റെ കാരണവും നേരത്തെ എഴുതിയത് തന്നെയാണ്. സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ്. അപ്പം നമുക്കിവിടെ എന്ത് പറയാം? പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ആണ് നമ്മൾ ഈക്വൽ ആണെന്ന് തെളിയിച്ചത് അല്ലേ. ഈ പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ് അഥവാ സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ എ ബി ഈക്വൽസ് ഡി സി എന്നും അതുപോലെ ബി സി ഈക്വൽസ് എ ഡി എന്നും നമ്മൾ പ്രൂവ് ചെയ്ത്. അപ്പം നമുക്ക് എഴുതാം, therefore opposite sides of parallelogram are equal. സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണെന്ന് നമ്മൾ തെളിയിച്ചു. ഇനി നമുക്ക് തെളിയിക്കേണ്ടത് എതിർ കോണുകൾ അഥവാ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഓപ്പോസിറ്റ് ആംഗിൾസ്. ഇപ്പം ഈ ട്രയാങ്കിളിനും ഈ സൈഡ് കോമൺ ആണ്. അപ്പം ഈ ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ എ സിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഇതാണ് അല്ലേ, ആംഗിൾ ഡി ആണ്. ഈ സൈഡിന് ഓപ്പോസിറ്റ്. അതുപോലെ തന്നെ ഈ ട്രയാങ്കിളിൽ ഈ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എന്താണ്? ഈ ആംഗിൾ ബി ആണ്. നമ്മൾ നേരത്തെ പഠിച്ചല്ല അല്ലേ, എന്താണ് ഈക്വൽ ട്രയാങ്കിൾസിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതായത് ആംഗിൾ ഡിയും ആംഗിൾ ബിയും ഈക്വൽ ആണ്. അപ്പൊ നമുക്കിവിടെ എഴുതാമല്ലോ, എന്താണ്? ആംഗിൾ ബി ഈക്വൽസ് ആംഗിൾ ഡി.
ആംഗിൾ ബി ഈക്വൽസ് ആംഗിൾ ഡി. അത് നമുക്ക് റീസൺ പറയുകയാണെങ്കിൽ എന്താണ്? ആംഗിൾസ് ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. കോണങ്ങളിൽ തുല്യവശങ്ങൾക്ക് എതിരായിട്ടുള്ള കോണുകളും തുല്യമാണ്. ഇനി ആംഗിൾ എയും ആംഗിൾ സിയും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലേ? ഈ രണ്ട് കോണുകളും തുല്യമാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഈ ആംഗിളും ഈക്വൽ ആണ്, ഓൾട്ടർനേറ്റ് ആംഗിൾസ് അല്ലെങ്കിൽ മറുകോണുകൾ. അതുപോലെ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്ത്. അതായത് ഈ റെഡ് കൊണ്ട് വരച്ച രണ്ട് ആംഗിളും അതുപോലെ ഈ ഗ്രീൻ കൊണ്ട് വരച്ച രണ്ട് ആംഗിളും തുല്യമാണ്. നമുക്കിപ്പോൾ കൺസിഡർ ചെയ്ത് ഈ റെഡ് കൊണ്ട് വരച്ചത് 25ഉം ഈ ഗ്രീൻ കൊണ്ട് വരച്ചത് 50ഉം. അപ്പോൾ ഇത് 50, 25, 75. ഇവിടെയും അതുപോലെ തന്നെ വരുന്നത്. ഇവിടെ 50ഉം 25ഉം 70 രണ്ടും കൂടെ കൂട്ടുമ്പോൾ 75. അപ്പം രണ്ട് ആംഗിളും തുല്യമല്ലേ? മനസ്സിലായില്ലേ? അതായത് ഇവിടത്തെ ഈ പച്ച മഷി കൊണ്ട് വരച്ച കോണും ഈ കോണും തുല്യമാണ്. അതിപ്പോൾ 50 ആണെങ്കിൽ ഇതും 50, അതുപോലെ ഇത് 25 ആണെങ്കിൽ ഇതും 25. അപ്പം 50 + 25 75. ഇവിടെയും 50 + 25 75. ദെർഫോർ ആംഗിൾ എ ഈക്വൽസ് ആംഗിൾ സി. ഈ രണ്ട് ആംഗിൾസും ഈക്വൽ ആണെന്ന് നമ്മൾ നേരത്തെ തന്നെ പ്രൂവ് ചെയ്തതാണ്. അപ്പം നമുക്ക് അതുകൊണ്ട് എഴുതാം. എന്തെഴുതാം? ആംഗിൾ എ ഈക്വൽസ് ആംഗിൾ സി. ഇപ്പം രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസും ഈക്വൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്ത്. അപ്പൊ നമുക്ക് ഇവിടെ എന്തെഴുതാം? Therefore, opposite angles of a parallelogram are equal. അതായത് ഒരു സാമാന്തരികത്തിന്റെ എതിർകോണുകളും തുല്യമാണെന്ന് പ്രൂവ് ചെയ്തു. അപ്പൊ നമ്മളിവിടെ ഏത് ട്രയാങ്കിളിന്റെ ഏത് തിയറി വെച്ചിട്ടാണ്? ASA അല്ലെ? ആംഗിൾ സൈഡ് ആംഗിൾ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ പ്രൂവ് ചെയ്തത്. നമ്മൾ എന്തൊക്കെയാണ് പ്രൂവ് ചെയ്തത്? നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത് എന്തൊക്കെയാണ്? ഒരു പാരലോഗ്രാമിന്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെന്നും അതുപോലെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആണെന്നുമാണ് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അതാണ്. അതല്ലെങ്കിൽ ഒരു സാമാന്തരികത്തിന്റെ എതിർവശങ്ങൾ തുല്യമാണ്, അതുപോലെ എതിർ കോണുകളും തുല്യമാണെന്നാണ് നമ്മളിപ്പോൾ തെളിയിച്ചത്.